minute, get it how you live it. 10 toes in when we standing on business. I'm a big stepper, underground methods, top notch hoes, get the most, not the 60,000 മുകളിലാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയി പോയി ലാലേട്ടനെ കാണും. ഓക്കെ, മോഹൻലാലിന്റെ അടുത്ത് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ, കാരണം ലാലേട്ടൻ കണ്ണിയാണ്. ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് എത്ര രൂപ കളക്ട് ചെയ്തു വയനാടിന് കൊടുക്കാൻ പോണു പറഞ്ഞിട്ട് വയനാട്ടിൽ എന്തൊക്കെയോ സംഭവം നടന്നുണ്ട്. അപ്പൊ ഞാൻ അന്നേ വീഡിയോ എടുത്തിടാ വിചാരിച്ചു. പിന്നെ കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് ദിവസം വന്നില്ലല്ലോ, ഒരു മാസം വീഡിയോ ഇട്ടിട്ടില്ല. പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നല്ലൊരു റീസൺ ഉണ്ട്. ഒരു മാസം ഞാൻ വീഡിയോ എടുത്ത കാരണം എന്താ പറഞ്ഞാൽ ഗുഡ് ന്യൂസ് വന്നിട്ട് ഞാൻ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇ കോമേഴ്സ് ടീഷർട്ട് സെല്ലിംഗ് ബിസിനസ് ആണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിറയെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് ബിസി ആയിരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ടീഷർട്ട് വേണം പറഞ്ഞു വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ തന്നെയാണ് ഓണർ, പിന്നെ 3 പേരും ഉണ്ട്, വേറെ ഫ്രണ്ട്സും ഉണ്ട്. ഹോസ്റ്റലിന് പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ആണ്, നല്ല സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിൽ നിറയെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, എനിക്കറിയാം ഈ വീഡിയോ വ്യൂസ് ഒന്നും പോകില്ലാന്ന്, പക്ഷെ ഹൂ കെയർസ്, എനിക്കൊരു സന്തോഷം വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പോ ഹനുമാൻ കൈൻഡും പിന്നെ ഹേമ കമ്മിറ്റിയും കുറെ ഇപ്പോ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വയനാടിനെയാണ് ഒരു സങ്കടം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ അക്കൗണ്ടിൽ QR കോഡ് വന്നിട്ട് ഞാൻ അവിടെ ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇടാം. അപ്പൊ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് എത്ര അയക്കാൻ പറ്റുമോ അത് അയക്കി. എന്നിട്ട് ഞാൻ അക്കൗണ്ടിൽ പൈസ ഒരു 60,000 മുകളിലാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയി പോയി ലാലേട്ടനെ കാണും. ഓക്കെ, മോഹൻലാലിന്റെ അടുത്ത് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ, കാരണം ലാലേട്ടൻ കണ്ണിയാണ്. ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ട് എത്ര രൂപ കളക്ട് ചെയ്തു വയനാടിന് കൊടുക്കാൻ പോണു പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പറഞ്ഞിട്ട് റെസ്പെക്റ്റീവ് ടീമിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. അതിന്റെ വ്ളോഗും വീഡിയോസ് ഒക്കെ ഞാൻ ഇടും. അഥവാ 50,000 കമ്മിയാണെങ്കിലും ഞാൻ റെസ്പെക്റ്റീവ് ടീമിന്റെ അടുത്ത് 60,000 രൂപന്റെ കമ്മിയാണെങ്കിലും റെസ്പെക്റ്റീവ് ടീമിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് വീഡിയോ ഇടും, വ്ളോഗ് ഇടും. ഓക്കെ, അപ്പൊ അതാണല്ലോ ഒരു നാട്ടു നടപടി. ഇപ്പോൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന സഹായം എന്താ പറഞ്ഞു വെച്ചാൽ പൈസ 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും വയനാട്ടില് അവിടുത്തെ ആൾക്കാർക്ക് എത്തണ പോലെ ഞാൻ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നല്ല നല്ല ടീഷർട്ട്സ് ഉണ്ട്. സ്കോട്ട് ഇന്റർനാഷണൽ പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ഇന്ത്യ. അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ വന്നിട്ട് ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങള് പ്രോഡക്റ്റ് ഒക്കെ എടുക്കണത്. അതെടുത്തിട്ട് റീസെല് ചെയ്യണം, നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഡെലിവറി ചെയ്യാണ്. അപ്പൊ ചീപ്പ് പ്രൈസിൽ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എത്തിച്ചേർന്നോളൂ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ നടക്കുന്നത്, ഹേമ കമ്മിറ്റിയും ആ കമ്മിറ്റി ഈ കമ്മിറ്റിയും സഭ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാറുള്ളതാണ്, പതിവാണ്. പക്ഷെ നമ്മുടെ കൂട്ടുരാജി കുറച്ച് ഓവറായില്ലേന്ന് എനിക്കൊരു സംശയം. അപ്പൊ എനിക്കൊന്നും പറയാനില്ല, എന്താ പറയാനുള്ളത് കാരണം ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അപരാധങ്ങൾ പറയാം ഒരാളിനെ കുറിച്ച്, പക്ഷെ അത് പ്രൂവ് ചെയ്യണം. നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ന്യൂസ് കണ്ടിട്ട് ഭയങ്കര അങ്ങോട്ട് എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനത്തെ സമയമല്ല ഇപ്പോ. സോഷ്യൽ മീഡിയയിൽ എന്ത് വേണമെങ്കിൽ വരും, അവര് ഫേമസ് ആവാൻ വേണ്ടി. അപ്പോൾ ആരെയും നമ്മൾ വെറുക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അൺടിൽ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദേ ആർ ഗിൽറ്റി ആണവരെ നമ്മൾ ആരും വിശ്വസിക്കാൻ പാടില്ല. കണ്ടിട്ടില്ലേ? അപ്പോൾ പ്രൂഫ് വേണം. എന്തിനു പ്രൂഫ് വേണം? നാളേക്ക് തന്നെ വന്നിട്ട് നിങ്ങളെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചു പറഞ്ഞാൽ, എസ്പെഷ്യലി ഒരു പെൺകുട്ടി ഒരു ആണിനെ പറഞ്ഞു വെച്ചാൽ കോഴ്സ് അത് വന്നിട്ട് കോടതി കേസ് അതൊക്കെ ഉണ്ട്. അത് പ്രൂവ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ചിലപ്പോൾ ആ കുട്ടി നുണ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ ജയിക്കുകയും ചെയ്യും, നിരപരാധി തന്നെ ആവും. പക്ഷെ ആ ഒരു ടൈം പീരീഡില്ലേ, ആ ടൈം പീരീഡിൽ നമ്മൾ കുറച്ച് ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആൾക്കാർ നമ്മളൊരു കുറച്ച് ഓവറായിട്ട് എന്തോ അവന്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു മാതിരി നോക്കല്, സംസാരിക്കല്, അങ്ങനെയൊക്കെ ആവും. ആരിനെ വെറുക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അൺടിൽ ഗിൽറ്റി. ഓക്കെ, ഇടയിൽ ഗോട്ടിന്റെ ട്രെയിലർ വന്നു, അത് നമ്മൾ റിയാക്ട് ചെയ്തില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുക. എങ്ങനത്തെ വീഡിയോ ഇടണം പറഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ പറയാം.
അപ്പോ അത്രയേ ഉള്ളൂ ഗൈസ്. എത്ര പേര് മിസ് ചെയ്ത് പറഞ്ഞാൽ അവർ കമന്റ് ബോക്സിൽ പറയാ. ഓക്കെ, ബൈ ഗൈസ്, ഇറ്റ്സ് മീ യുവർ എബി. ബൈ ബ്രോസ്, ലവ് യു ഗൈസ്. ഫസ്റ്റത്തെ ആ ചെറിയ ഡാൻസ് ഇല്ല, അത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയാ.